ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് ഷോർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ പീപ്പിൾ ബൈ ദ പീപ്പിൾ, ജനങ്ങളാൽ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ മിസ് വാക്ക് തരുവാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നറിയാവോ? ഒന്നുമില്ല, ഡെമോക്രസിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ് എന്താണെന്നായിരിക്കും ചോദ്യം. ഓക്കെ, ഇത് ചിലപ്പോൾ MCQയിൽ ചോദിക്കും, അല്ലെങ്കിൽ ഷോർട്ട് ആൻസറിലോ ലോങ് ആൻസറിലോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഉറപ്പായിട്ടുള്ള ഒരു ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പഠിക്കാനൊക്കെ, പക്ഷെ അത് നമ്മൾ കുറച്ച് പിക്ചേഴ്സിലൂടെയൊക്കെ എളുപ്പമാക്കിയിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെമോക്രസി, ജനാധിപത്യം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? യെസ്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് എന്തായാലും മിസ് ഇതാ വീണ്ടും പറയുന്നത് അത്രയും ഷോർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്, എക്സാമിന് ഇത് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? മിസ് ഇവിടെ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 4 പോയിന്റ് എങ്കിലും, 4 സവിശേഷതകൾ, ഫീച്ചേഴ്സ് എങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഇത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും മിസ്സാവാനില്ല. നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നേ ഉള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യത്തെ സവിശേഷത, ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഒരു ഡെമോക്രസിയില് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളാണ്. അപ്പം നമ്മൾക്കാണ് എന്ത്, ഏറ്റവും അൾട്ടിമേറ്റ് പവർ എന്നുള്ളത്. അതായത് ജനാധിപത്യത്തിൽ എന്താണ്, നമ്മളാണ് ബോസ്. അത് അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ടല്ലേ, എന്ന് പറഞ്ഞിട്ട് അതെന്താ കാണിക്കുന്നത്? യെസ്, ഒരു ഡെമോക്രസിയിൽ നമ്മൾ തന്നെയാണ് ബോസ്. നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതേപോലെ മാത്രമേ ആ ഒരു സ്ഥലത്ത് എല്ലാ സാധനങ്ങളും റൺ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നു അവർ മാത്രമേ ലീഡേഴ്സ് ആവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കേണ്ടത്, എന്തൊക്കെയാണ് അവിടെ ആവശ്യമെന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതേപോലെ അവിടെ കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പം ബോസ് എന്ന് പറയുന്നത് ആരാണ്? ജനങ്ങളാണ്. എവിടെ? നമ്മുടെ ജനാധിപത്യത്തിൽ, ഡെമോക്രസിയിൽ ബോസ് ആരാണ്? യെസ്, നമ്മൾ ജനങ്ങളാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സവിശേഷത എന്താണ്? ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. യെസ്, ജനങ്ങളാണ് അവിടുത്തെ ഏറ്റവും പരമമായ അധികാരം ആർക്കാണ്? നമ്മൾ ജനങ്ങൾക്കാണ്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് എന്താണെന്ന് നോക്കിയേ. ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്, സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്. യെസ്, എവിടെ ഉണ്ടാവും? ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള എലക്ഷൻ എവിടെ ഉണ്ടാവും? ഡെമോക്രസിയിൽ ഉണ്ടാവും. ഒരു ജനാധിപത്യത്തിൽ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അത് ആരോ ഫോഴ്സ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇയാൾക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് ആരാണ് ഇഷ്ടം, നമുക്കിപ്പം എന്ന് പറഞ്ഞ ആളെ വോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എക്ക് തന്നെ വോട്ട് കൊടുക്കാം. അങ്ങനെ ഫ്രീ ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതും ഇലക്ഷൻ എവിടെയാണ് നടക്കുന്നത്? ജനാധിപത്യത്തിലാണ്, ഡെമോക്രസിയിലാണ്. സ്വതന്ത്രവും നീതിപൂർവകവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് എവിടെ നടക്കുന്നുണ്ട്? ഡെമോക്രസിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് പഠിച്ചോ? ഓക്കെ, അങ്ങനെയെങ്കിൽ തേർഡ് ഫീച്ചർ നമുക്ക് നോക്കാം. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താ നോക്കാം. An opposition helping and improving the government through constructive criticism. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. യെസ്, ഒരു പ്രതിപക്ഷം ഉണ്ടാവും അല്ലേ? അത് നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ? പ്രതിപക്ഷം എന്നൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ്, എന്തായാലും ഒരു ഇലക്ഷനൊക്കെ നടത്തിയാൽ ഒരു ജയിച്ച പാർട്ടിയും ഉണ്ടാവും, അതേപോലെ ഒന്ന് തോറ്റ പാർട്ടിയും ഉണ്ടാവും അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ തോറ്റ പാർട്ടി ചെയ്യുന്നത്? ഇവരെയാണ് നമ്മൾ പ്രതിപക്ഷം എന്ന് പറയുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഓപ്പോസിറ്റ് പാർട്ടിയാണ് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്ന ആ തോറ്റ പാർട്ടി ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രതിപക്ഷം എന്ന് പറയുന്നത്. അവരെന്താണ് ചെയ്യുക? അവരിങ്ങനെ നമ്മളെ നമ്മൾ ജയിച്ച പാർട്ടി ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് നിൽക്കും. അവരെന്തോ തെറ്റ് ചെയ്യുന്നുണ്ടോ, എന്താണ് അവർ തെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇത് എന്തിനു ഉപകാരപ്പെടുന്നുണ്ട്? ഈ ഒരു ജയിച്ച പാർട്ടിക്ക് നല്ലതുപോലെ ഗവൺമെന്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു കുറ്റപ്പെടുത്തൽ കാരണം ഇവരെന്ത് ചെയ്യും? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യില്ലേ ജയിച്ച പാർട്ടി? യെസ്. അപ്പൊ ഇതാണ് പറയുന്നത്, നമ്മുടെ ഈ ഒരു പ്രതിപക്ഷമായിട്ടുള്ള പാർട്ടി എന്ത് ചെയ്യാണ് ചെയ്യുക? എപ്പോഴും നമ്മുടെ ഭൂരിപക്ഷത്തെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഡെമോക്രസിയുടെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഒപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദ ഗവൺമെന്റ് ത്രൂ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് കുറ്റപ്പെടുത്തത്തിലൂടെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? കുറച്ച് കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലൂടെ നമ്മളെ ജയിച്ച പാർട്ടിയെ ഇംപ്രൂവ് ചെയ്യാനും അടിപൊളിയാക്കാനും അവരെ സഹായിക്കാനും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ പ്രതിപക്ഷം സഹായിക്കുന്നുണ്ട്. റെഡി അല്ലേ? യെസ്. ഇനി ഡെമോക്രസിയുടെ മറ്റൊരു ഫീച്ചർ നോക്കിക്കേ. ദ റൂൾ ഓഫ് ലോ എൻഷുവേഴ്സ് ഈക്വാലിറ്റി ബിഫോർ ലോ. എന്താണ്? നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. യെസ്. എന്താണ്? ഒരു ഡെമോക്രസിന്റെ എന്താണ് പറയുന്നത്? നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഈക്വൽ ആയിരിക്കും. അവിടെ റിച്ച് എന്നോ പോർ എന്നോ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. ഇതാണ് ജനാധിപത്യത്തിന്റെ മറ്റൊരു ഫീച്ചർ, സവിശേഷത എന്ന് പറയുന്നത്. എന്താണ്? യെസ്, നിയമത്തിന് മുമ്പിൽ, നമ്മുടെ ലോക്ക് മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവരും തുല്യരാണ്. അവിടെ പൈസ ഉള്ളവർക്ക് മാത്രം അധികാരം, പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിരിക്കുക, അങ്ങനെയൊന്നുമില്ല. പൈസ ഉള്ളവരാവട്ടെ പൈസ ഇല്ലാത്തവരാവട്ടെ എല്ലാവരും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഫീച്ചർ നോക്കിക്കേ. ഇൻഡിപെൻഡന്റ് മീഡിയ that help to connect the people and the government. യെസ്, അവിടെ എന്തുണ്ടാവും? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മീഡിയ ഉണ്ടാവും. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മീഡിയ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളെയും അതേപോലെ ഗവൺമെന്റിനെയും ഇവരെ രണ്ടുപേരെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഗവൺമെന്റിൽ നടക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് മീഡിയ ഉണ്ടാവും. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ എവിടെ ഉണ്ടാവും? ഒരു ഡെമോക്രസിയിൽ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരെന്താണ് ചെയ്യുന്നത്? ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ നിങ്ങൾ ന്യൂസ് ചാനൽസിൽ കുറെ ആളുകളൊക്കെ കാണുന്നില്ലേ? അപ്പൊ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ഗവൺമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക്, നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു ഇൻഡിപെൻഡന്റ് മീഡിയ ചെയ്യുന്നത്. റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു ഫീച്ചർ കൂടി നോക്കാം, നമ്മുടെ ഡെമോക്രസിയുടെ ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അതേപോലെ ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു ജുഡീഷ്യറിയാണ് നമുക്കുള്ളത്. എല്ലാവരെയും മാനിച്ചു കൊണ്ടിട്ട് ഒരാൾക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാതെ വലിയവരാണ് അതുകൊണ്ട് അവർക്കെതിരായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളില്ലാതെ നേരായ വഴിക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജുഡീഷ്യറി തന്നെ നമുക്ക് എവിടെയുണ്ട്? ഡെമോക്രസിയിലുണ്ട്, നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ട്. എന്താണ്? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥ എവിടെയുണ്ട്? ഡെമോക്രസിയിൽ ഉണ്ട്. അപ്പൊ ക്ലിയർ ആണോ? ഇത് 6 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഓടിച്ച് റിവൈസ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു? ഡെമോക്രസിയിലെ ജനങ്ങളാണ് ബോസ് ആയിട്ട് വരുന്നത്. നമ്മുടെ കയ്യിലാണ് എല്ലാ അധികാരവും. എന്ത് നടക്കണം എന്ത് നടക്കരുത് എന്നൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഫ്രീ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ളയും ഒരു ഇലക്ഷൻ ഉണ്ടാവും. എല്ലാവർക്കും അവരുടെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാം. തേർഡ് എന്ന് പറയുന്നത് എന്താണ്? അവർക്കൊരു ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടാവില്ലേ? ആ ഒരു ഓപ്പോസിറ്റ് പാർട്ടി എന്താണ് ചെയ്യുന്നത്? ഡെമോക്രസിയിലുള്ള ഓപ്പോസിറ്റ് പാർട്ടി യെസ്, ഈ ജയിച്ച പാർട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യും. എന്നിട്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അത് പറയുകയും അത് എന്തിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്? ഈ ജയിച്ച പാർട്ടിയെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതും എവിടെയാണ് നടക്കുന്നത്? ഡെമോക്രസിയിലാണ്. അടുത്തത് എന്താണ്?
യെസ്, അവിടെയുള്ള നിയമങ്ങൾ എല്ലാവരെയും ഈക്വലായിട്ട് പരിഗണിച്ചിട്ട് കൊണ്ടായിരിക്കും. അവിടെ റിച്ച് എന്നോ പോർ എന്നോ എന്നുള്ള ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 5ാമത്തെ പോയിന്റ്, ഒരു മീഡിയ ഉണ്ടാവും. ആ മീഡിയ എന്താണ് ചെയ്യുന്നത്? ജനങ്ങളെയും ഗവൺമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യാണ്. ഗവൺമെന്റിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ആൻഡ് ലാസ്റ്റ് എന്താണ്? യെസ്, നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ നമുക്കുണ്ട്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ആർക്കും സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും കൊടുക്കാതെ ഒരു നല്ല രീതിയിൽ പോകുന്ന, നീതിയായിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള രീതിയിൽ ലോസും നിയമങ്ങൾ എടുക്കുന്നതും അത് തെറ്റിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു നീതിന്യായ വ്യവസ്ഥ ഇവിടെയുണ്ട്, നമ്മുടെ ഡെമോക്രസിയിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ സെറ്റ് ആണോ? അപ്പോൾ മക്കളെ മിസ് ഇനിയും പറയാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ എക്സാമിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നത്. ആഫ്റ്റർ ദ ക്ലാസ് എന്ത് ചെയ്യാം മക്കളെ? ഈ ഒരു പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു പോവാം കേട്ടോ. റെഡി അല്ലേ? യെസ്, ഇതിന് മലയാളം ഉണ്ട്. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ, ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. Okay, so I'm winding up the session. I hope this is clear for you. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് താഴെ കമൻറ്റ് ചെയ്യുക. ക്ലിയർ ആണെങ്കിൽ ഓക്കെ എന്നും പറയാം. ആൻഡ് ഓൾസോ ഡെമോക്രസി ആരാണ് ഇൻവെൻറ്റ് ചെയ്തത്, ഡെമോക്രസി എന്നുള്ള വേർഡ് കൊണ്ടുവന്നത് ആരാണെന്നും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, then bye. Thank you.